Good morning. In the previous class, we have discussed on the topic hydrocarbons, isn't it? What are the three types of hydrocarbons? Alkane, alkene, and alkynes, which having single bond, double bond, and triple bond. Okay. So today we are going to learn the continuation of the same topic. Which one? Hydrocarbons. Okay. So here our topic is IUPAC names. IUPAC means it is a type of organization, International Union of Pure and Applied Chemistry. Okay. So this organization put forward some rules for the naming of hydrocarbons. Okay. So IUPAC is the organization put forward some rules for the naming of which one? Hydrocarbons. Okay. അതായത് ഹൈഡ്രോകാർബൺസിന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓർഗനൈസേഷൻ ആയിരുന്നു IUPAC ഓർഗനൈസേഷൻ. Okay. Here let me see what are the two types of rules. Okay. The first rule is, first of all, we should count number of carbon atoms. Okay. So we should count the number of carbon atoms. അതായത് എത്ര കാർബൺ ആറ്റംസ് അതിൽ പ്രസന്റ് ആയിരിക്കും എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. And second one, which type of bond is present here? Nature of bond. Whether it is single bond, double bond or triple bond. Okay. So these are the two types of rules. ഏതൊക്കെയായിരുന്നു two types of rules? ഒരെണ്ണം കാർബൺ ആറ്റംസ് എത്രയാണോ അത് കൗണ്ട് ചെയ്യണം. And the second one is which type of bond is present in the nature of bond. Okay. Whether it is single, double or triple bond. ഈ രണ്ട് റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ പേര് കൊടുക്കാൻ പോകുന്നത്. Okay. So it's very important topic. IUPAC name. This chapter fully deals with IUPAC name. Okay. So നന്നായി ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. Okay. So ഈ രണ്ട് റൂൾസ് ആണ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾസ്. What are the two rules? First one, we should count the number of carbon atoms. How many number of carbon atoms are present there? And second one, nature of bond. Whether it is single bond, double bond or triple bond. Okay. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ? Okay. Okay. Next one. Let me see which method we are going to give the name. Okay. First of all, we should learn about branched and unbranched hydrocarbons. Okay. So branched and unbranched. അതായത് നമ്മൾ പഠിക്കുന്ന ഹൈഡ്രോകാർബണില് two types ഉണ്ട്. ഒരെണ്ണം ബ്രാഞ്ച്ഡും മറ്റത് unbranched. Okay. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. Branched means അതായത് നമ്മൾ ഒരു സ്ട്രക്ചർ എഴുതുമ്പോ ഇങ്ങനെ സ്ട്രക്ചർ ഇങ്ങനെ എഴുതിക്കൊണ്ടേ വരുമ്പോ അതിന്റെ അടിയില് ഏതെങ്കിലും ഒരു ബോണ്ട് തന്നിട്ട് ഏതെങ്കിലും ഒരു എലമെന്റ് എഴുതിയിട്ടുണ്ടാവും. ഇതിപ്പോ ഇങ്ങനെ കണ്ടിന്യൂസ് സ്ട്രക്ചർ, ഈ കണ്ടിന്യൂസ് സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് അടിയിലോ മുകളിലേക്കായിട്ടോ എവിടെയെങ്കിലും ഒരു ബോണ്ട് തന്നിട്ട് ഒരു പേര് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. CH3 അല്ലെങ്കിൽ CH2, CH3 അങ്ങനെ ഏതെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്താ പറയാ? ബ്രാഞ്ച്ഡ് എന്ന് പറയാം. ഓക്കെ. സോ ബ്രാഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്ത് തന്നിട്ടുണ്ടാവും. അൺബ്രാഞ്ച്ഡ് മീൻസ് എ കണ്ടിന്യൂസ് ചെയിൻ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ പറ്റിയ ഒരു ഫോം ആണ് അൺബ്രാഞ്ച്ഡ്. ഇതില് ബ്രാഞ്ച് ഒന്നുമില്ല. നമ്മൾ ഇതിൽ ക്ലോസ് ചെയ്തിട്ട് ഏതെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്താ പറയാ? അൺബ്രാഞ്ച്ഡ്. ഓക്കെ. അൺബ്രാഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് എഴുതാത്ത കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫോം ആണ്. ബ്രാഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയെങ്കിലും എഴുതിക്കൊണ്ടേ വരുമ്പോ അതിന്റെ അടിയിലോ മുകളിലായിട്ടോ ഒരു ലൈൻ വന്നിട്ട് ഏതെങ്കിലും ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയും? ബ്രാഞ്ച്ഡ് എന്ന് പറയും. ഇത് ബ്രാഞ്ച് പോലെയല്ല. അപ്പൊ there are two types of hydrocarbons such as branched and unbranched hydrocarbons. Okay. ഇപ്പോ എങ്ങനെയാണ് ഇതിന് പേര് കൊടുക്കുക? First of all, we should know what are the names given for different carbon. അതായത് carbon 1 is known as meth. Okay. അപ്പോൾ നമ്മുടെ IUPAC റൂൾസിൽ രണ്ട് റൂൾസ് ഉണ്ട്.
ഒന്നാമത്തെ റൂൾസ് ആണ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കൗണ്ട് ചെയ്യേണ്ടത്. ആ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കൗണ്ട് ചെയ്യണമെങ്കിൽ കാർബൺ 1 അത് വന്നാൽ നമ്മൾ എങ്ങനെ പറയാ, കാർബൺ 2 ആണെങ്കിൽ അതിനെ എങ്ങനെയാ പറയാ, അതാണ് ഇതിന്റെ പേര് കേട്ടോ. സോ കാർബൺ 1 is known as meth group and carbon 2 is known as eth group. Carbon 3 is known as prop. Carbon 4 but. Carbon 5 pent. Carbon 6 hex. Carbon 7 hept. മാക്സിമം കാർബൺ 7 വരെയാണ് ചോദിക്കാട്ടാ. അപ്പൊ 8, 9, 10 ഒക്കെ ഉണ്ട്. നമ്മൾ എന്താ പറയാ, അതിന്റെ ഡിഫറെന്റ് ഇത് പറയാം, ഓക്ട്, ഡെക്ക്, അങ്ങനെ ഓരോ ഡിഫറെന്റ് നെയിംസ് ഉണ്ട്. പക്ഷെ മാക്സിമം ഈ 7 വരെയാണ് നമുക്ക് ഇതുവരെ എക്സാമ്പിൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് എന്തായാലും നിർബന്ധമായിട്ടും യു ഹാവ് ടു മെമ്മറൈസ് ഓൾ ദിസ് കാർബൺ നമ്പർ. ഓക്കെ, സോ കാർബൺ 1 is known as meth, carbon 2 is known as eth, carbon 3 prop, carbon 4 but, carbon 5 pent, carbon 6 hex, carbon 7 hept. ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞാലാണ് നമുക്ക് പേര് കൊടുക്കാൻ പറ്റുള്ളൂ ഹൈഡ്രോ കാർബൺസിന്. ഇത് കാണാണ്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ഇത് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം, ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ ഇത് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോ നമ്മൾ പേര് കൊടുക്കുന്ന മെത്തേഡ് ആണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലിസൺ കെയർഫുള്ളി. ഫസ്റ്റ് വൺ, അൺബ്രാഞ്ച്ഡ് ആയിട്ട് എഴുതുമ്പോ അതിന് എങ്ങനെയാ പേര് കൊടുക്കുക. ഓക്കെ, നന്നായി ശ്രദ്ധിക്കാട്ടാ. അപ്പൊ ഇത് മുതലാണ് നമ്മുടെ ഈ ചാപ്റ്റർ ഫുള്ളും IUPAC നെയിംസ് ആണ്. എങ്ങനെ പേര് കൊടുക്കാം, ഇങ്ങനെ ഒരു സ്ട്രക്ചർ തരും. ഈ സ്ട്രക്ചർ തന്നിട്ട് ഇതിന്റെ IUPAC നെയിം എന്താന്ന് ചോദിക്കും. IUPAC നെയിം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ആദ്യം കാർബൺ കൗണ്ട് ചെയ്യണം, പിന്നെ ബോണ്ട് നമ്മൾ നോക്കണം. ഇതാണ് നമ്മുടെ മെത്തേഡ്. ഓക്കെ, ഇത് ബ്രാഞ്ച്ഡ് ആണോ അൺബ്രാഞ്ച്ഡ് ആണോ? അൺബ്രാഞ്ച്ഡ്. എന്താന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്തിട്ടൊന്നും എഴുതിയിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഇത് ഒരു അൺബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺ ആണ്. ഇനി ഇതിന് പേര് കൊടുക്കാം, വളരെ സിമ്പിൾ ആണ്. അപ്പൊ നന്നായി ശ്രദ്ധിക്കാം, ഞാൻ പറയുന്ന പോയിന്റ്സ് എഴുതി വെക്കാം, മറക്കും, വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അത് മറക്കും. അപ്പൊ എഴുതി വെക്കാം കേട്ടോ. എങ്ങനെ അതിന് പേര് കൊടുക്കാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ we should count the number of carbon atoms. Okay, here how many number of carbon atoms are present? 1, 2, 3, 4 അല്ലേ? 4 അല്ലേ? ഈ കാർബൺ സി എന്ന് തന്നിരിക്കുന്നതാണ് കാർബൺ. എത്ര കാർബൺ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. അപ്പൊ അതിന്റെ അടിയിൽ നമ്പർ കൊടുക്കാട്ടെ, പെൻസിലിന് നമ്പർ കൊടുത്താൽ മതി എഴുതുമ്പോ. അപ്പൊ 1, 2, 3, 4 നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിന്റെ മുന്നേ ഞാനൊരു ഫോം എഴുതിയിട്ടില്ലേ, കാർബൺ 1 ആണെങ്കിൽ എന്താ പേര് കൊടുക്കുക, കാർബൺ 2, കാർബൺ 3 അങ്ങനെ പറഞ്ഞിട്ടില്ലേ. അതില് കാർബൺ 4 വന്ന വാട്ട് ഈസ് എ സ്പെഷ്യൽ നെയിം ഫോർ ഇൻഡിക്കേറ്റിംഗ് കാർബൺ 4? കാർബൺ 4 വന്ന ബ്യൂട്ട് അല്ലേ. അപ്പോ BUT. ഓക്കെ, ബ്യൂട്ട്. ഇപ്പൊ ബ്യൂട്ട് എന്ന് എഴുതാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് കാർബൺ 1 മെത്ത്, കാർബൺ 2 എത്ത്, കാർബൺ 3 പ്രോപ്പ്, കാർബൺ 4 ബ്യൂട്ട്, അങ്ങനെ ഓരോരോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതിൽ കാർബൺ 4 വന്നു കഴിഞ്ഞാൽ അതിനുള്ള പേരാണ് ബ്യൂട്ട്. BUT, ബ്യൂട്ട് എന്നാ പറയാട്ടാ. ഓക്കെ, then we have to add the nature of bond. Nature of bond means ഏത് ടൈപ്പ് ഓഫ് ബോണ്ട് ആണ് ഇവിടെ പ്രസന്റ് ആയിരിക്കുന്നത്? സിംഗിൾ ആണോ, ഡബിൾ ആണോ, ട്രിപ്പിൾ ആണോ? ഇവിടെ മൊത്തം വന്നിരിക്കുന്നത് സിംഗിൾ ബോണ്ട് ആണ് കേട്ടോ. അപ്പൊ എല്ലായിടത്തും ഒരേ ഒരു ബോണ്ട് അല്ല വന്നിരിക്കുന്നത്, സിംഗിൾ. ഇവിടെയും സിംഗിൾ ആണ്, ഇവിടെയും സിംഗിൾ ആണ്, എല്ലായിടത്തും സിംഗിൾ ആണ്. അപ്പൊ ഇത് സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ സിംഗിൾ ബോണ്ട് ബിലോങ്സ് ടു വിച്ച് കാറ്റഗറി? അൽക്കേൻ അല്ലേ, അൽക്കേൻ അല്ലേ. ഡബിൾ ബോണ്ട് അൽക്കേൻ and triple bond belongs to alkyne. So here this structure consists of fully single bond. So the last suffix name ane is added with the word root. Okay, so butane. അപ്പൊ എന്താണ്, എങ്ങനെയാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് കാർബൺ നമ്പർ എത്രയാണോ അത് കൗണ്ട് ചെയ്യാം, കൗണ്ട് ചെയ്ത് എഴുതി. ബ്യൂട്ട് 4 പറഞ്ഞ കാരണം ബ്യൂട്ട് എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ബോണ്ട് നോക്കണം. ബോണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ഫുള്ളും സിംഗിൾ ആണ്. അപ്പൊ സിംഗിൾ വന്നു കഴിഞ്ഞാൽ അത് അൽക്കേൻ കാറ്റഗറി ആണ്. അൽക്കേൻ ലാസ്റ്റ് സഫിക്സ് 3 letters ANE. So this ANE is added with the but. So the final name is butane. മനസ്സിലായോ? Is it clear for you? So എങ്ങനെ നമ്മൾ പേര് കൊടുക്കാം? ഫസ്റ്റ് നമ്പർ കൗണ്ട് ചെയ്യാം,
നമ്പർ കൗണ്ട് ചെയ്തിട്ട് അതിനുള്ള പേര് സ്പെഷ്യൽ നെയിം കൊടുക്കാം. ദിസ് സ്പെഷ്യൽ നെയിം ഈസ് നോൺ ആസ് വേർഡ് റൂട്ട്. ഓക്കെ, റൂട്ട് വേർഡ്, അതാണ് നമ്മൾ വേർഡ് റൂട്ട് എന്ന് പറയാട്ടാ. അപ്പൊ വേർഡ് റൂട്ട് ആണ് ഫസ്റ്റ് ഫോം. പിന്നെ ബോണ്ട് ബേസ് ചെയ്തിട്ട് ANE ആണോ ENE ആണോ YNE ആണോ എന്ന് കൊടുക്കാം. ഇപ്പൊ സപ്പോസ് ഇവിടെ ഫുള്ളും സിംഗിൾ വന്ന കാരണം ANE ആണ്. ഇവിടെ സിംഗിൾ ഉണ്ട്, ഇവിടെ സിംഗിൾ ഉണ്ട്, ഇവിടെ മാത്രം ഒരു ഡബിൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ANE ആണ് കൊടുക്കേണ്ടത്, എന്താ കൊടുക്കേണ്ടത് നമുക്കൊരു ഡൗട്ട് വരും. അപ്പോ ഇവിടെ സിംഗിൾ ഉണ്ട്, ഇവിടെ സിംഗിൾ ആണ്, ഇവിടെ ഡബിൾ ആണ്. അങ്ങനെയാകുമ്പോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ബോണ്ട് ഏതാന്ന് നോക്കണം. കൂടുതൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ ആണോ വലുത്, ഡബിൾ ആണോ വലുത്? ഡബിൾ ബോണ്ട് ആണ്. ഇപ്പൊ ഡബിൾ ബോണ്ട് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പേര് കൊടുക്കാട്ടോ. അപ്പൊ ഇവിടെ ANE മാറിയിട്ട് നമുക്ക് എന്താണ് അവിടെ മാറ്റേണ്ടത്? ENE കൊടുക്കണം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഡിഫറൻസ് കേട്ടോ. അപ്പൊ സിംഗിളും ഉണ്ട്, ഡബിളും ഉണ്ട്, ട്രിപ്പിളും ഉണ്ട്. അപ്പൊ എങ്ങനെ നമ്മൾ പേര് കൊടുക്കുക? ഇതിന് ബേസ് ചെയ്തിട്ടാ പേര് കൊടുക്കുക? ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, അപ്പൊ നന്നായി ശ്രദ്ധിക്കാം. സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ഉണ്ടെങ്കിൽ ഡബിൾ ബോണ്ടിന്റെ ലെറ്റർ ആണ് ആഡ് ചെയ്യേണ്ടത്. ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിന്റെ ലെറ്റർ ആണ് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഈസ് നോൺ ആസ് അൺബ്രാഞ്ച്ഡ് ഹൈഡ്രോകാർബൺസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, giving names for branched hydrocarbons. Branched hydrocarbons. Okay, listen carefully. Branched, ഇതാണ് നമുക്ക് എക്സാമിന് ചോദിക്കാട്ടാ. എങ്ങനെ ബ്രാഞ്ച്ഡ് ഹൈഡ്രോകാർബൺസ് എഴുതാം? എല്ലാവരും ഞാൻ പറയുമ്പോ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം കൊണ്ടാണ് ഞാൻ ഫുൾ ഇത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നന്നായി ശ്രദ്ധിക്കാം. സോ ഫസ്റ്റ് വൺ CH3 CH2 CH2 CH CH3 CH3 ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ തന്നിരിക്കുന്നത്. ഈ സ്ട്രക്ചറിൽ അതിന്റെ അടിയിൽ വരുന്നത്, അടിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇത് തന്നിട്ട് ഒരു ബോണ്ട് വന്നിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ബ്രാഞ്ച്ഡ് ടൈപ്പ് ആണ്. ഇതിനൊരു ബ്രാഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പേര് കൊടുക്കേണ്ടത്, ഇതിന്റെ മുന്നേ നമുക്ക് ബ്രാഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിരുന്നു 1 2 3 4 എന്ന് കൗണ്ട് ചെയ്തിട്ട് നമ്മൾ ബോണ്ട് ബേസ് ചെയ്തിട്ട് പേര് കൊടുക്കും. ഇതിന് എങ്ങനെയാ നെയിം കൊടുക്കാന്ന് വെച്ചാല്, ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രാഞ്ച്ഡ് ആണെങ്കിൽ ആദ്യം ഇതില് ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ we have to select longest chain belongs to this structure. Okay, അപ്പൊ ഈ ലോങ്സ്റ്റ് ചെയിൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? അപ്പൊ ഇങ്ങനെയായിരിക്കും സ്ട്രക്ചർ വരുന്നത് ട്ടാ. ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ് ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ചെയിൻ ചെക്ക് ചെയ്യാം ട്ടാ. സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങി ഇവിടെ വരെ എൻഡ് ആവുന്നുണ്ട്. ഇത് ഫുള്ളും സെലക്ട് ചെയ്യാം. അപ്പൊ ഇത് എത്ര ഉണ്ട്? 1 2 3 4 5. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് 5 ആണ്. ഇനി വേറെ ഏതെങ്കിലും മെത്തേഡില് ഇതിനേക്കാൾ കൂടുതൽ കാർബൺ നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ നോക്കണം. ഇനി നോക്കി നോക്ക്, എങ്ങനെയാണ് വേറെ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കാൻ പറ്റുക? അതില് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പൊ ഇതൊരു സ്ട്രക്ചർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ എത്ര എണ്ണം ഉണ്ട് നോക്കി നോക്ക്? 1 2 3 4 5. അപ്പൊ അതിലും 5 ആണ് മാക്സിമം കിട്ടുന്നത്. ഇനി വേറെ ഏത് മെത്തേഡാണ് ഇതിൽ നോക്കാൻ പറ്റുക? ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പൊ അതിൽ എത്ര ഉണ്ട്? 1 2 3 ആണ്. അപ്പൊ നമ്മളിപ്പോ 3 മെത്തേഡ്സ് നോക്കിയിട്ട് എങ്ങനെയാണ്? ഫസ്റ്റ് straight chain which consists of 5 number of carbon atoms. Then ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തപ്പോ ഇതിൽ ടോട്ടൽ നോക്കുമ്പോൾ 5 ആണ് കിട്ടുന്നത്. വേറെ ഏത് സ്ട്രക്ചർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടേക്കും പോകേണ്ട ഒരു സ്ട്രക്ചർ. അപ്പൊ 1 2 3 ആണ്. അപ്പൊ ഇതില് 3 എണ്ണം കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ ഏത് ഭാഗത്താണ്, ഏത് രീതിയിലാണ് കിട്ടുന്നത്? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സ്ട്രെയിറ്റിലും കിട്ടി, അതേപോലെ ഇവിടുന്ന് വരുമ്പോൾ ഇങ്ങോട്ടും കിട്ടി നമുക്ക്. അപ്പൊ രണ്ട് രീതിയിലും സെയിം തന്നെയാണ്, 5 തന്നെയാണ്. അങ്ങനെ വരുമ്പോ സിമ്പിൾ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം, സ്ട്രെയിറ്റ് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് പ്രിഫറൻസ് സ്ട്രെയിറ്റ് ചെയിൻ ആണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോ 5 ഉള്ളത് ആദ്യം റൗണ്ട് ചെയ്യാം. സോ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പൊ ഇതിനാണ് ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുക. ഓക്കെ, സോ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയിൻ, കാർബൺ ചെയിൻ ഏതിനാണോ വന്നിരിക്കുന്നത്, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, അത് സെലക്ട് ചെയ്യാം. അപ്പൊ ഇതിൽ എനിക്ക് 5 ആണ് കിട്ടിയത്. ഇങ്ങനെ നോക്കുമ്പോഴും 5 ഉണ്ട്. അങ്ങനെ സെലക്ട് ചെയ്യാൻ തെറ്റില്ല. പക്ഷെ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒന്നും കൂടി എളുപ്പമാവും പേര് കൊടുക്കുമ്പോൾ. ഓക്കെ, സിമ്പിൾ മെത്തേഡ് ആണ്. അപ്പൊ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ടത്
എത്ര കാർബൺ ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓരോന്ന് നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കുമ്പോൾ എപ്പോഴും പെൻസിലിൽ വേണം നമ്പർ കൊടുക്കാൻ. എത്ര ഉണ്ട് 1 2 3 4 5 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ നമ്പർ കൊടുക്കേണ്ടത്. നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുന്നാണ് ചിലപ്പോൾ നമ്പർ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടുന്നാണോ നമ്പർ കൊടുക്കേണ്ടത് ചോദിക്കും. അങ്ങനെ നമ്പർ കൊടുക്കുമ്പോൾ എപ്പോഴും നന്നായി ശ്രദ്ധിക്കണം. ഇതിലൊരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഈ ബ്രാഞ്ച് എവിടുന്ന് നമ്പർ കൊടുക്കുമ്പോഴാണ് വളരെ ഡിസ്റ്റൻസ് കുറവുള്ള രീതിയിൽ നോക്കണം. ഇവിടുന്ന് ആവുമ്പോൾ ഈ ബ്രാഞ്ചിന് എത്രാമത്തെ കാർബണിന്റെ നമ്പറാണ് കിട്ടുക? 1 2 3 4ലാണ് ഈ ബ്രാഞ്ച് വരുന്നത്. ഇവിടുന്ന് നോക്കുമ്പോഴോ 1 2 കിട്ടുന്നുണ്ട്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടും ഡിസ്റ്റൻസ് കുറവായിട്ടും കിട്ടുന്നത് എവിടെയാണ്? റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ കൊടുക്കുമ്പോഴാണ്. അപ്പോ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് വരുന്നതാണ് എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടുന്ന് നമ്പർ കൊടുത്താലാണ് എളുപ്പം, ഇവിടുന്ന് നമ്പർ കൊടുത്താലാണ് നമുക്ക് സിമ്പിൾ. റൈറ്റ് ടു ലെഫ്റ്റ് ട്ടാ. അപ്പൊ നോക്കിയൊക്കെ ഇവിടുന്ന് ആവുമ്പോ 1 2 3 4ലാണ്. ഇവിടുന്ന് ആവുമ്പോ 1 2 കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പൊ 1 2 3 4 5 കാർബൺസ്. ഓക്കെ, അപ്പൊ ഇതുവരെ മനസ്സിലായ എങ്ങനെ ചെയ്യേണ്ടത്? അപ്പൊ ഫസ്റ്റ് വൺ ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വി ഹാവ് ടു സെലക്ട് ദി ലോങ്സ്റ്റ് ചെയിൻ. ലോങ്സ്റ്റ് ചെയിൻ എങ്ങനെ സെലക്ട് ചെയ്യാം? ഏത് രീതിയിൽ നോക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം കാർബൺ കിട്ടുന്നത് അത് ഒരു റൗണ്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ പെടാത്ത ഒരു സംഭവമില്ലേ, ഇപ്പൊ ഇതിൽ സെലക്ട് ചെയ്തിട്ടില്ല നമ്മള്. അപ്പൊ ഇതിനാണ് എന്താ പറയാ? ബ്രാഞ്ച് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്പർ കൊടുക്കണം. സെലക്ട് ചെയ്തതിന് നമ്പർ കൊടുക്കണം. 5 എണ്ണം ഉണ്ട്. അപ്പൊ 5 നമ്പേഴ്സ് നമുക്ക് അവിടെ കൊടുക്കണം. ആ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലെഫ്റ്റ് ടു റൈറ്റ് ആണോ അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ ചെക്ക് ചെയ്യാം. അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഏറ്റവും ഡിസ്റ്റൻസ് കുറവുള്ള ഭാഗത്തു നിന്നാണ് കൊടുക്കേണ്ടത് ബ്രാഞ്ചിന്. ഇവിടുന്ന് ആവുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഇവിടുന്ന് ആവുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കൂടിയിരുന്നു നമ്പർ കൊടുക്കും. ഇനി നമ്മൾ IUPAC നെയിം ആണ് എഴുതാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് എങ്ങനെ IUPAC നെയിം എഴുതാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആദ്യം ചെയ്യേണ്ടത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എത്രയാണോ 5 അല്ലേ, ആ 5 വന്നാൽ അതിനെന്തായിരുന്നു നമുക്ക് ഇത് സഫിക്സ് നെയിം എന്തായിരുന്നു? 5 വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യേണ്ടത് പെന്റേൻ അല്ലേ, പെന്റ്. അപ്പോ പെന്റ് എന്ന് എഴുതാം. 5 വന്ന പെന്റ് അല്ലേ, കാർബൺ 1 എത്ത്, കാർബൺ 2 എത്ത്, കാർബൺ 3 പ്രോപ്പ്, അങ്ങനെ 5 കാർബൺ സെലക്ട് ചെയ്തത് 5 കാർബൺ. അപ്പൊ ഈ 5 കാർബൺ വരുമ്പോ പെന്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് അടുത്ത് നമ്മൾ എന്താ ചെയ്ത് ഇതിന്റെ ബോണ്ട് ഒക്കെ ഏതാ നോക്കണം. ഫുള്ളി സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് വരുമ്പോ ലാസ്റ്റ് ലെറ്റർ സഫിക്സ് ആഡ് ചെയ്യേണ്ടത് AN. ഓക്കെ, ഇപ്പൊ പെന്റേൻ കൊടുത്തു. ഇനി ഒരു കാര്യം കൂടി അല്ലേ ആഡ് ചെയ്യണം. എന്താന്ന് വെച്ചാ ഇതിന് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതൊരു സംഭവം ഇതിലുണ്ട് CH3. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ? ബ്രാഞ്ച് എന്ന് പറയും. അപ്പൊ ഈ ബ്രാഞ്ചിന് എങ്ങനെ പേര് കൊടുക്കാന്ന് വെച്ചാല് CH3. ഈ ബ്രാഞ്ച് ഒരു കാർബണും 3 ഹൈഡ്രജനും മാത്രം വന്നാൽ അതിനൊരു പേരുണ്ട്, ആ ബ്രാഞ്ചിന് ഒരു നെയിം ഉണ്ട്. അത് മറക്കാൻ പാടില്ല കേട്ടാ. അപ്പൊ CH3 ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്പെഷ്യൽ നെയിം മെത്തിൽ. മെത്തിൽ ബ്രാഞ്ച്. നോട്ട് ഡൗൺ ദീസ് വേർഡ്സ്. മെത്തിൽ. CH3 വന്നു കഴിഞ്ഞാൽ മെത്തിൽ ഗ്രൂപ്പ്, മെത്തിൽ ബ്രാഞ്ച്. ഇനി CH3 CH2 വന്നു കഴിഞ്ഞാൽ ethyl branch. So only there are 2 types of branches, methyl and ethyl branches. Okay, so here CH3 represents methyl group, CH3 CH2 represents ethyl group. Okay, ഈ രണ്ട് ബ്രാഞ്ച് മാത്രമേ നമുക്ക് എവിടെ ആയാലും വരുള്ളൂ ട്ടോ. ഇത് എപ്പോഴും ഓർത്ത് വെക്കാൻ മറക്കാൻ പാടില്ല. ഒരേ ഒരു കാർബൺ വന്ന ആ ബ്രാഞ്ചിന്റെ പേര് മെത്തിൽ, 2 കാർബൺ വന്ന ആ ബ്രാഞ്ചിന്റെ പേര് ethyl ഗ്രൂപ്പ്. ഇനി ഇവിടെ നമുക്ക് ഏത് ബ്രാഞ്ചാണ് നോക്കി നോക്ക്? CH3 വന്ന ആ ബ്രാഞ്ചിന്റെ പേര് എന്താണ്? മെത്തിൽ. ആ ബ്രാഞ്ചിന്റെ പേര് ഫ്രണ്ടില് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഏതായിരുന്നു ആ ബ്രാഞ്ച്? മെത്തിൽ ബ്രാഞ്ച്. ആഡ് ചെയ്തോളൂ. ഇനി ഒരു നമ്പർ കൂടി കൊടുത്താൽ മതി. നമ്പർ വെച്ചാൽ ഈ ബ്രാഞ്ച് എത്രാമത്തെ കാർബണിലാണോ കണക്ട് ആയിരിക്കുന്നത് അതിന്റെ നമ്പർ അവിടെ മാർക്ക് ചെയ്യണം. ഇത് എത്രാമത്തെ കാർബണിലാണ് നമ്മളിവിടെ നമ്പർ കൊടുത്തിരിക്കുന്നത്? സെക്കൻഡ് കാർബൺ. അപ്പോ 2-methyl pentane. അതാണ് ഇതിന്റെ IUPAC. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് IUPAC നമ്മൾ എല്ലാവരും കൊടുക്കാൻ പോണത് കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായാലാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. വാട്ട് ആർ ദ മെയിൻ റൂൾസ് വി ഹാവ് ടു ഫോളോ by giving the name for hydrocarbons? First one, we have to select the number of carbon atoms, and the second one, if the branch is present there, we have to give the special name, and finally
the least distance is taken as the which one number of carbon atoms. Okay, അപ്പൊ ഇതായിരുന്നു അതിന്റെ ഫോം. അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ നമ്പർ ഓഫ് കാർബൺ ആറ്റം സെലക്ട് ചെയ്യണം, ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം, പിന്നീട് അതിന് നമ്പർ കൊടുക്കണം. നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ പേര് എഴുതാം, പിന്നെ ബ്രാഞ്ച് വന്നത് ഏതാണോ ബ്രാഞ്ചിന്റെ പേര് കൊടുക്കാം, അതിന്റെ മുന്നിൽ ബ്രാഞ്ചിന്റെ നമ്പറും കൂടി കൊടുക്കാം. അതാണ് അതിന്റെ. ഓക്കെ, സോ ലെറ്റ് us see more examples. Okay, ഇനി നമ്മൾ ഇതിന്റെ ഓരോ എക്സാമ്പിൾസ് ആണ് ഇവിടെ നോക്കാൻ പോണത്. എല്ലാവരും നോട്ട് എടുത്ത് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഓരോന്ന് പറയുമ്പോൾ അത് ഫോളോ ചെയ്ത് എഴുതാം. ഒന്ന് നോക്കാം. CH3, CH2, CH3, CH2, CH3. ശ്രദ്ധിക്കാം, ഇതിന് പേര് കൊടുക്കാൻ പോവാണ്. എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ബ്രാഞ്ച് അവിടെ വന്നാലും ഇവിടെ വന്നാലും എവിടെ വന്നാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും ഒരേപോലെയാണ് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ അടിയിൽ ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കാട്ടാ, ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഞാൻ H2, H3 അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ കാർബണിന്റെ കൂടെ ഒരേ ഒരു ഹൈഡ്രജനെ പാടുള്ളൂ കേട്ടാ. ബാലൻസ് കറക്റ്റ് ആക്കാനാണ് അത്. ഇത് എപ്പോഴും തെറ്റിച്ചു കഴിഞ്ഞാൽ മാർക്ക് ഉണ്ടാവില്ല. അപ്പോ ഒരു ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ കാർബണിന്റെ കൂടെ ഹൈഡ്രജൻ H മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അടുത്ത് വരുന്നതിനൊക്കെ H2, H2 വരും. ഫസ്റ്റും ലാസ്റ്റും H3 എന്ന് വെച്ച് ഉണ്ടാവും. ഫസ്റ്റില് 3 ഉണ്ട്, ലാസ്റ്റിലും 3 ഉണ്ട്, ഇടയിൽ വരുന്നതൊക്കെ 2 ആണ്. ഇവിടെ മാത്രം എന്തിനാ H കൊടുത്തിരിക്കണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു കോമ്പൗണ്ട് എഴുതി കഴിഞ്ഞു. ഒരു കോമ്പൗണ്ട് എഴുതി അതിനൊരു വാലൻസി കിട്ടി എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ H എന്ന് മാത്രമാണ് വരുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നോട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇതിന് പേര് കൊടുക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് മാത്രം ഫോളോ ചെയ്യാണ്ട് നിങ്ങൾ പറഞ്ഞു നോക്കാം എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്. ഫസ്റ്റ് റൂൾ നമുക്ക് എന്താണ്? ഏതാണ് നീളം കൂടിയ ചെയിൻ, ലോങ്സ്റ്റ് ചെയിൻ ഏതാണോ അത് സെലക്ട് ചെയ്യാം. എങ്ങനെയൊക്കെ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യാൻ നോക്കിയൊക്കെ. ഫസ്റ്റ് നമ്മൾ സ്ട്രൈറ്റ് നോക്കാം. സ്ട്രൈറ്റ് എത്ര ഉണ്ട്? 1, 2, 3, 4, 5. ഓക്കെ, ഇനി നെക്സ്റ്റ് മോഡൽ എവിടെയാണ്? ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതിൽ എത്ര എണ്ണം കാർബൺ ഉണ്ട് നോക്കി നോക്ക്. 1, 2, 3, 4. അപ്പൊ അതിനേക്കാൾ കുറവാണ്. ആദ്യം നമുക്ക് 5 എണ്ണം കിട്ടി, ഇതിൽ നോക്കുമ്പോ 4 കിട്ടുന്നുള്ളൂ. നെക്സ്റ്റ് അടുത്തത് എങ്ങനെ നോക്കാം? ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതിലും 1, 2, 3, 4 ആണ്, അതിലും കുറവാണ്. അപ്പൊ ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ നമുക്ക് എവിടുന്നാ കിട്ടിയത്? സ്ട്രൈറ്റ് നോക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലോങ്സ്റ്റ് ചെയിനെ റൗണ്ട് ചെയ്യണം സ്പെഷ്യൽ ആയിട്ട്. ഓക്കെ, റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഈ ബ്രാഞ്ചിന് എളുപ്പമായിട്ട് വരുന്ന രീതിയിലാണ് നമ്പർ കൊടുക്കുന്നത്. ഈ ബ്രാഞ്ചിന് എവിടുന്ന് നമ്പർ കൊടുത്താലാണ് സിമ്പിൾ നോക്കി നോക്ക്. ഇവിടുന്ന് കൊടുക്കുമ്പോ എത്രാമത്തേലും കിട്ടും? 1, 2, 3. മൂന്നാമത്തേലും. ഇവിടുന്ന് ആവുമ്പോ 1, 2, 3. അതും 3 തന്നെയാണ്. രണ്ടും സെയിം ആയ കാരണം നമുക്ക് എവിടുന്ന് കൊടുത്താലും തെറ്റില്ല. ഓക്കെ, സെയിം ആയാൽ നമുക്ക് എവിടുന്ന് വേണമെങ്കിലും കൊടുക്കാം കേട്ടാ. മറ്റുള്ളതായ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ അത് നോക്കി തന്നെ കൊടുക്കണം. അപ്പൊ ഇവിടുന്ന് എളുപ്പമായ കാരണം അവിടുന്ന് തന്നെ കൊടുക്കാം. 1, 2, 3, 4, 5. ഇവിടുന്ന് കൊടുത്താലും സെയിം തന്നെയാണ്, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇനി നമ്പർ കൊടുക്കും. ഇനി നമ്മുടെ റൂൾസ് എന്താണ്? പേര് എഴുതണം. പേര് എഴുതാൻ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്പർ കൊടുത്തതിനാണ് ഫസ്റ്റ് പേര് എഴുതേണ്ടത്. എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 5. 5 എന്താണ് അതിന് നെയിം കൊടുക്കേണ്ടത്? പെന്റ്. സോ പെന്റ് നമ്മൾ നെയിം കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? പെന്റ് കൊടുത്തിട്ട് ഇതിന്റെ കൂടെ ANE ആണോ ENE ആണോ YNE ആണോ ആഡ് ചെയ്യണം. ബോണ്ട് ചെക്ക് ചെയ്യണം. ബോണ്ട് ഫുള്ളും സിംഗിൾ ആണ്. അപ്പൊ എന്തായാലും ANE എന്നാണ് പേര് വരാം. പെന്റ്. ഇനി കൊടുത്തു. ഇനി നമ്മൾ അടുത്ത ഇതെന്താണ്? ഇതിന് പേര് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്രാഞ്ചിനാണ് പേര് കൊടുക്കേണ്ടത്. ഏത് ബ്രാഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, രണ്ട് ടൈപ്പിലാണ് ബ്രാഞ്ച് വരുള്ളൂ. ഒന്ന് ഇതും ഒന്ന് മറ്റേത് ഏതാണ്? എത്തിൽ ഗ്രൂപ്പ്. ഇതിനെന്താ സ്പെഷ്യൽ നെയിം? മെത്തിൽ. മറക്കരുത്, എപ്പോഴും ഈ ബ്രാഞ്ച് ഓർത്ത് വെക്കാം, മെത്തിൽ. ഇനി മെത്തിലിന് എന്താ ചെയ്യണം? മുന്നില് നമ്പർ കൊടുക്കണം. എത്രയാണ്? എത്രാമത്തെ കാർബണിലാണ് മെത്തിൽ അറ്റാച്ച് ആയിരിക്കുന്നത്? 3rd. അപ്പോ 3 മെത്തിൽ പെന്റേൻ ആണ് അതിന്റെ IUPAC നെയിം. ഓക്കെ, next one more example. Let me see the textbook examples. Okay, listen. CH3, CH2, CH,
CH2 CH3 CH2 CH3. ഓക്കെ, ഇനി ശ്രദ്ധിക്കാട്ടാ, ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇതിന് പേര് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റിൽ അവർ തന്നിരിക്കുന്നത് CH2, ഈ CH3 ഇവിടെയാണ് തന്നിരിക്കുന്നത്. എവിടെ എഴുതിയാലും നമുക്ക് കുഴപ്പമില്ല. ഇനി ടെക്സ്റ്റിലുള്ള പോലെ തന്നെ എഴുതാം, CH2 CH3. സ്ട്രക്ചർ എവിടേക്കൊക്കെയോ പോയിട്ടുണ്ട്, അവിടെ ഇവിടെ ഒക്കെ പോയിട്ടുണ്ട്. അതൊന്നും നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യാം. ഇനി നോക്കി നോക്കൂ, ഏതൊക്കെ മെത്തേഡിലാണ് ഏറ്റവും നീളം കൂടിയ ചെയിൻ നമുക്ക് കിട്ടാൻ സാധ്യത. ഫസ്റ്റ് സ്ട്രേറ്റ് നോക്കാം. 1 2 3 4 5. അപ്പോൾ സ്ട്രേറ്റിൽ 5 ആണ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്തത് ഇനി എവിടെ നോക്കാം, ഇവിടുന്ന് ഒരു ക്രോസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ 1 2 3 4 5, അതും 5 തന്നെയാണ്, സെയിം തന്നെയാണ്. അടുത്തത് ഈ ഭാഗത്തുനിന്നും വരുന്നുണ്ട് 1 2 3 4 5. അപ്പൊ അതെല്ലാവരും സെയിം തന്നെയാണ്. എല്ലാവരും സെയിം ആയ കാരണം നമുക്ക് ഒന്നും കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രേറ്റ് ആണ് സെലക്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, സെയിം ആയ. അപ്പൊ ഇങ്ങനെ തന്നെയാണോ സെലക്ട് ചെയ്യേണ്ടതൊന്നുമില്ല. ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് റൗണ്ട് ചെയ്യാം. പക്ഷെ അത് കാണുമ്പോൾ ഒരു നീറ്റ് ആയിട്ട് ഒരു സ്ട്രക്ചർ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്ട്രേറ്റ് സെലക്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കുമ്പോൾ എവിടുന്നാണ് എളുപ്പത്തിൽ കിട്ടണം ആ രീതിയിൽ വേണം നമ്പർ കൊടുക്കാനും. ഇതാണ് നമുക്ക് ബ്രാഞ്ച്. നേരത്തെ നോക്കിയാൽ നമുക്ക് ആകെ ഒരേ ഒരു ബ്രാഞ്ച് വന്നില്ല, ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അത് CH3 ആണ്. ഇതിൽ നോക്കുമ്പോ ഒരു ബ്രാഞ്ച് തന്നെ ഉള്ളൂ. പക്ഷെ ആ ഒരു ബ്രാഞ്ച് ഏതാണ്, CH2 CH3 വന്ന അതിന്റെ സ്പെഷ്യൽ നെയിം എന്താണ്, എത്തിൽ ബ്രാഞ്ച്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ രണ്ട് ബ്രാഞ്ച് വരുള്ളൂ എന്ന്. ഒരെണ്ണം CH3 വരും, ഇങ്ങനെ വരും ട്ടാ. ഇത് ഒരു ബ്രാഞ്ച്, ഇതാണ് രണ്ടാമത്തെ ബ്രാഞ്ച്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നതാണ് സെക്കൻഡ് ബ്രാഞ്ച് ട്ടാ. അപ്പൊ ഇത് ഫുള്ളും സെക്കൻഡ് ബ്രാഞ്ച് ആണ്, നോട്ട് ചെയ്ത് വെക്കാട്ടാ. ഇത് വേറെ ഒന്നല്ല, ഇത് രണ്ടും കൂടിയിട്ടാണ് ഒരു ബ്രാഞ്ച്. ഇതിനെയാണ് നമ്മൾ എത്തിൽ ബ്രാഞ്ച് എന്ന് പറയാ. നേരത്തെ നമ്മൾ പഠിച്ചത് മെത്തിലായിരുന്നു. ഓക്കെ, ഇനി നോക്കാട്ടാ. ഇനി നമ്മൾ നമ്പർ കൊടുക്കണം. ബ്രാഞ്ചിന് എവിടുന്ന് എളുപ്പത്തിൽ കിട്ടാനുള്ള രീതി നോക്കിയൊക്കെ. ഇവിടുന്ന് നോക്കുമ്പോ 1 2 3 ആണ്. അവിടുന്ന് നോക്കുമ്പോഴോ 1 2 3 ആണ്. രണ്ടും സെയിം ആയ കാരണം എവിടുന്ന് വേണമെങ്കിലും നമ്പർ കൊടുക്കാം. ഞാൻ ഇവിടുന്ന് കൊടുക്കാണ് 1 2 3 4 5. അപ്പൊ 5 കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ നമ്പർ കൊടുത്തതിനുള്ള പേര് ഫസ്റ്റ് എഴുതാം. എന്താണ്, 5 വന്ന പെൻഡേൻ തന്നെയാണ്, നമുക്കറിയാം. പെൻഡേൻ എഴുതിയിട്ട് ബോണ്ട് ഒക്കെ നോക്കണം എപ്പോഴും. ചിലപ്പോ എവിടെയെങ്കിലും ഡബിൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പേര് മാറ്റണം. പെൻഡേൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ബ്രാഞ്ചിന്റെ പേരാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. ഇത് ഏത് ബ്രാഞ്ചാണ്, ഇത് രണ്ടും കൂടി വന്ന ബ്രാഞ്ചിന്റെ പേര് എന്താണ്, എത്തിൽ. എത്തിൽ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം അതിന്റെ മുന്നിൽ ഒരു നമ്പറും കൂടി കൊടുക്കണം. എത്രാമത്തെ നമ്പറിലാണ് ഈ ബ്രാഞ്ച് കണക്ട് ആയിരിക്കുന്നത്, 3rd. അപ്പോ 3 ethyl pentane എന്നാണ് അതിന്റെ പേര്. ഓക്കെ, സോറി 3 ethyl pentane. ഓക്കെ, അപ്പോ 3 ethyl pentane is the IUPAC name for different hydrogens. ഓക്കെ, മനസ്സിലായോ? Is it clear for you? എങ്ങനെ പേര് കൊടുക്കാൻ മനസ്സിലായില്ലേ? അപ്പോ ഫസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് പേര് കൊടുക്കാം, ബ്രാഞ്ചിന്റെ പേര് കൊടുക്കാം, ബ്രാഞ്ചിന്റെ നമ്പർ കൊടുക്കാം. നോട്ട് ചെയ്ത് വെച്ചോളൂ ട്ടാ. ഫസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്തതിന്റെ പേര്, ബ്രാഞ്ചിന്റെ പേര്, ബ്രാഞ്ചിന്റെ നമ്പർ ആണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ലാസ്റ്റ് എക്സാമ്പിൾ CH3 CH. ഞാൻ ഇവിടെ പേര് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ ചെയ്യാട്ടാ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കാം. CH2 CH3. ഇനി ശ്രദ്ധിക്കാട്ടാ. ആദ്യം എല്ലാവരും പറയാ, റിപ്പീറ്റ് ചെയ്ത് പറയാ എങ്ങനെ പേര് കൊടുക്കാന്ന്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. ചെയിൻ സെലക്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെയാണ് നമുക്ക് വലിയ ചെയിൻ കിട്ടുന്നത്. ആദ്യം നോക്കുമ്പോ 1 2 3 4 ആണ് സ്ട്രേറ്റ്. ഇനി ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാകും നോക്കിയൊക്കെ എവിടെയെങ്കിലും. ഇവിടുന്ന് ഒന്നും ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ 1 2 3 4 ആണ് ഇവിടെ വരുന്നത്. ഇവിടെയോ 1 2 3 4 5. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് എക്സാമ്പിൾ നോക്കുന്നത്. സ്ട്രേറ്റിൽ 4 ഉള്ളൂ, ഇവിടുന്ന് നോക്കുമ്പോഴും 4 ആണ്. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് 5 കിട്ടുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടിയതാണ് സെലക്ട് ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ റൂൾ. അപ്പൊ നമ്മൾ ഏത് രീതിയാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പോണത്, ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ. അപ്പോ
ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട മോഡൽ. ഓക്കെ, ഇപ്പൊ ഇത്ര നേരം നമുക്ക് സ്ട്രെയിറ്റിലാണെങ്കിലും കൂടുതൽ കിട്ടിയത്. ഇതിൽ അങ്ങനെയല്ല, സ്ട്രെയിറ്റിനേക്കാൾ ഏറ്റവും കൂടുതൽ ഈ ക്രോസിൽ കിട്ടുന്നുണ്ട്. അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ നമ്പർ കൊടുക്കണം. എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 6 എണ്ണം ഉണ്ട്. ഇപ്പൊ നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? എങ്ങനെയാണ് നമ്പർ കൊടുക്കേണ്ടത്? ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെയും കൊണ്ടുപോയി അവസാനിക്കാം. എങ്ങനെ വേണമെങ്കിൽ നമ്പർ കൊടുക്കാം. പക്ഷെ എങ്ങനെ കൊടുക്കാച്ചാലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇതാണ് ഇവിടുത്തെ ബ്രാഞ്ച്. ബ്രാഞ്ച് പറഞ്ഞാൽ എന്താ? ഈ വട്ടത്തിൽ പെടാത്ത ഒരു ഗ്രൂപ്പാണ് ബ്രാഞ്ച് എന്ന് പറയാട്ടാ. ഇവിടെ ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഈ ബ്രാഞ്ചിന് എളുപ്പമുള്ള വഴി ഏതാണോ അവിടുന്ന് വേണം നമ്പർ കൊടുക്കാൻ. ബ്രാഞ്ചിന് എളുപ്പം എവിടുന്നാന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇവിടുന്നാവുമ്പോഴോ 1, 2, 3 ഈ കാർബണിലാണ് ഇത് വന്നിരിക്കുന്നത് അല്ലെ? ഈ ലൈനല്ലേ ഇതിന് 1, 2, 3 കിട്ടും. ഇവിടുന്നാവുമ്പോഴോ 1, 2, 3 തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് ഒന്നും കുഴപ്പമില്ല, ഇവിടുന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടുന്ന് തുടങ്ങാണ്. ഇപ്പൊ 1, 2, 3, 4, 5 5 കാർബൺ. ഓക്കെ, അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തു, നമ്പർ കൊടുത്തു. ഇനി ആദ്യം എഴുതേണ്ടത് ഇതിന്റെ പേരാണ്. 5 ആണ് വന്നിരിക്കുന്നത്. 5 വന്നാല് പെൻഡെയിൻ തന്നെയാണ്, നമുക്കറിയാം, എഴുതി. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ മുന്നേ ഏതിന്റെ പേര് എഴുതേണ്ടത്? ബ്രാഞ്ചിന്റെ പേര്. ഇവിടെ ഏത് ബ്രാഞ്ചാ? ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് വന്നതിന്റെ പേര് എന്താണ്? എപ്പോഴും മെത്തിൽ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം കൂടി ഇതിവിടെ നോട്ട് ചെയ്യണം. എന്താണ്? നമ്പർ. ഏതാണ് ഇതിന്റെ നമ്പർ? ഈ ബ്രാഞ്ച് ഏത് കാർബൺ, എത്രാമത്തെ കാർബണിലാണ് ഇതിന്റെ ലൈൻ വന്നിരിക്കുന്നത്? ഈ കാർബണിലാണ്. അപ്പൊ ഇത് 3ാമത്തെ കാർബൺ ആയ കാരണം 3-methyl pentane. മനസ്സിലായി എങ്ങനെ പേര് കൊടുക്കാന്ന്? അപ്പൊ ആദ്യം നമ്മൾ ചെയിൻ സെലക്ട് ചെയ്യാം, പിന്നെ അതിന് പേര് കൊടുക്കാം. ഓക്കെ, സോ ഇറ്റ്സ് എ ടൈം ഫോർ വൈൻഡ് അപ്പ് അവർ ക്ലാസ്. ഓക്കെ, താങ്ക് യു.